മോളെ വാ. അമ്മയും മോളും കൂടി ഒരു ചെറിയ വിരുന്നിന് പോയിരിക്കാം. ഇവിടെ ആരുമില്ല. ഞാൻ ചേട്ടനെ ടി വിയിൽ നോക്കി. എന്താ വിശേഷം? എന്താന്ന് വെച്ചാ പറയണ്ടേ. അദ്ദേഹം പിന്നെ വന്നില്ലല്ലോ ചേട്ടാ. അദ്ദേഹം ആര് മോളെ? സോമെന്ന് പറഞ്ഞ ആള്. ഏത് സോമൻ? അന്ന് എന്റെ നൃത്തം കണ്ടിട്ട് സമ്മാനം തന്ന ആളില്ലേ? എന്തിനാ അയാൾ വരുന്നത്? അയാൾ ഇനിയും വരുമെന്ന് നിന്നോട് പറഞ്ഞോ? എനിക്ക് നല്ല വിശ്വാസമാ, വരാതിരിക്കില്ല. നിനക്ക് വല്ല അബദ്ധവും പറ്റിയ മോളെ? എല്ലാവരും അറിയുന്നതിന് മുമ്പേ വന്നാൽ മതിയായിരുന്നു. നീ ചതിച്ചോ മോളെ? അച്ഛാ, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇനി തല്ലിയിട്ടും കൊന്നിട്ടും കാര്യം എന്താ? മാനക്കേട് എന്തെന്ന് നിങ്ങളുടെ അച്ഛൻ ഇന്ന് വരെ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ എല്ലാം സഹിക്കുക തന്നെ, അല്ലാതെ എന്താ ചെയ്യ? അമ്മാവാ. എന്താ രാധേ? ആ സാറിന്റെ മേൽവിലാസം ഇവിടെ ഉണ്ടാവില്ലേ? ആ ദുഷ്ടന്റെയോ ബുക്കിൽ കാണും. അതൊന്ന് എഴുതി തരണം അമ്മാവാ. എന്തിനാ? ഒരു കത്തെഴുതി നോക്കാനാ. നീ വീട്ടിലേക്ക് വെക്കോ, എഴുതി എടുപ്പിച്ച് ഞാൻ വരുമ്പോ കൊണ്ടുവരാം. ശരിയായ മേൽവിലാസമാണോ എഴുതിയിരിക്കുന്നതെന്ന് ആർക്കറിയാം? സരസ്, കത്തുകൾ അയച്ചിട്ട് മറുപടിയൊന്നുമില്ലല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ സരസു. ഈ സ്ഥിതിയിലും നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമാണ്. ജനാർദ്ദനൻ ചേട്ടാ, എന്റെ സ്നേഹം നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കൂ. നിന്റെ അച്ഛനോട് ഞാനിത് പറയട്ടെ? ചേട്ടാ, ഞാൻ നശിച്ചവളാണ്. ചേട്ടൻ എന്നെ കുറിച്ച് ഓർക്കരുത്. എനിക്ക് ചേട്ടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? നിന്നോട് നിന്റെ ജീവിതമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലൊരു തെറ്റ് പറ്റിയെന്ന് കരുതി ജീവിതം ഇങ്ങനെ നശിപ്പിക്കരുത് സരസു. മോള് മോള് എന്താണ് ചേച്ചി? അച്ഛൻ എവിടെ? അച്ഛൻ മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്കില്ലേ? ഇപ്പൊ വരും ചേച്ചി. ചേച്ചി ചേച്ചി എന്തിനാ കരയുന്നത്? ചേച്ചിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ പോയി ജാനകി എന്നെ വിളിച്ചോണ്ട് വരാം. എനിക്കിനി എന്ത് വിഷമം? എന്റെ ചേച്ചി നിനക്ക് ഞാൻ അമ്മയും ചേച്ചിയും മറന്നു. ചേച്ചി ചേച്ചി എന്റെ എല്ലാമാണ്. എനിക്ക് തെറ്റുപറ്റി. ചേച്ചി മിണ്ടാതെ കിടന്നുറങ്ങും. കേൾക്കുമോളെ,
എന്തുകൊണ്ടാ ചേച്ചിക്ക് തെറ്റുപറ്റിയത് മോൾക്കറിയില്ല. പണക്കാരാണ്. പാവങ്ങളുടെ മനസ്സ് കാണാനുള്ള ഹൃദയം അവർക്കില്ല. അവർക്ക് നമ്മളൊക്കെ കളിപ്പാവുകളാണ്. പണം പിശാചാണ് മോളെ. ആ പിശാചാണ് എന്നെ ഇവിടെ നശിപ്പിച്ചത്. എന്റെ പൊന്ന ചേച്ചിക്കറിയല്ല. നിനക്കെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് പറ്റരുത്. ഒരിക്കലില്ല, ഒരിക്കലില്ല. ഇനിയും ടിവിയിൽ പണക്കാരി വരും. എന്റെ മോൾ അവരുടെ വരയിൽ വീഴരുത്. ഒരു കാലത്തില്ല ചേച്ചി. എന്റെ ചേച്ചിയോട് ഞാൻ സത്യം ചെയ്യുന്നു. ഞാനിനി ജീവിക്കില്ല മോളെ. എനിക്ക് തീരെ വയ്യ ചേച്ചി. മോളെ എന്റെ കുഞ്ഞിനെ എടുക്കൂ. നീയാണ് ഇനി അമ്മ. ചേച്ചി ഇവന് നീ നിന്റെ മനസ്സിൽ വെച്ച് വളർത്തണം. നിന്റെ ചേച്ചിക്ക് പറ്റിയ തെറ്റ് ഇവനെ കാണുമ്പോഴല്ല ചേച്ചി. ചേച്ചി അങ്ങനൊന്നും സംസാരിക്കില്ലേ. ചേച്ചിക്കൊന്നും സംഭവിക്കില്ല. എന്റെ പെണ്ണ് ചേച്ചിയല്ലേ. ചേച്ചി കിടന്നുറങ്ങും. ഉറങ്ങിക്കുള്ളൂ. ചേച്ചി ചേച്ചി എനിക്ക് ചേച്ചി കുഞ്ഞു കരയുന്നു. ചേച്ചി 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 മെല കൊടുക്കൂ. ചേച്ചി 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 ആ പെണ്ണിന്റെ കഥ കേട്ട് സാറിന് വിഷമമായോ? അങ്ങനെ അങ്ങനെ നിങ്ങളൊക്കെ പൊയ്ക്കൂടെ, ഞാനിതൊന്ന് വായിച്ചു തീർക്കട്ടെ.